എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകതയുണ്ട്. കർണാടക സംഗീതം ആദ്യമായി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഞാനൊരു കർണാടക സംഗീതം പഠിപ്പിക്കുന്ന ഒരു മ്യൂസിക് ടീച്ചറാണ്. എൻ്റെ വീട്ടിൽ കുറച്ച് കുട്ടികൾ ഞായറാഴ്ച തോറും സംഗീതം പഠിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും കേട്ടു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാം. നിങ്ങൾ തുടക്കം സരളി വരിശകൾ എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? രാഗം, മായ, മാളവ, ഗൗള, ആദിതാളം എല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരും വ്യത്യസ്തമായ രീതികളിലായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ പറയുന്ന രീതിയും പഠിപ്പിക്കുന്ന രീതിയും ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കേട്ടു നോക്കുക. അതായത് നിങ്ങൾ ആദ്യം സരിഗമ പദനിസ സനിധപ മകരിസ ഇതാണ് നിങ്ങൾ പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് 4 കാലത്തിൽ പാടാൻ പഠിക്കണം. നിങ്ങൾ 4 കാലത്തിൽ പാടി പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ തൊണ്ടയ്ക്ക് ഈ 4 കാലം പാടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ 4 കാലത്തിൽ പാടുമ്പോൾ നമ്മുടെ തൊണ്ട നമ്മൾ അറിയാതെ തന്നെ വൈബ്രേറ്റ് ചെയ്യും. സ്പീഡിൽ പാടുമ്പോൾ വളരെ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും. നിങ്ങളൊരു ഒരാഴ്ചയോളം അതങ്ങനെ ശ്രമിച്ചു നോക്കുക പാടാനായിട്ട്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ എന്തായാലും ഈ ഒരു സാധകത്തിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ നമ്മൾ പാടുന്നു. സ രേ ഗ മ പ ഈ പാടിയതിനെയാണ് നമ്മൾ ഒന്നാം കാലം എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ സ്പീഡിൽ നിങ്ങൾ പഠിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ 2ാം കാലത്തിൽ പാടും. 2ാം കാലം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ സ്പീഡിൽ, അതായത് നമ്മൾ ആദ്യ താളം അടിക്കുമ്പോൾ ഒരു വിരലിൽ ഒരു സ്വരം വീതം വരാവുന്ന രീതിയിലാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക അല്ലേ? 2ാം കാലം പാടുമ്പോൾ ഒരു വിരലിൽ നമുക്ക് 2 സ്വരം വീതം വരും. അതായത് ഇരട്ടിയായിട്ട് നമ്മൾ സ്പീഡ് പാടുന്നതിനനുസരിച്ച് നമ്മുടെ വിരലുകൾ അതേപോലെ സ്പീഡിൽ പോകും. അപ്പോൾ അതിനനുസരിച്ചാണ് 2ാം കാലം വരിക. അപ്പോൾ ആദ്യത്തെ കാലം നമ്മൾ വളരെ സ്ലോയിൽ പാടി 2ാം കാലം വരുമ്പോൾ നമുക്ക് നോക്കാം. സ രേ ഗ മ പ ദ നീ സ